പ്രിയപ്പെട്ട അധ്യക്ഷ, കാഞ്ഞങ്ങാട് നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി, അതുപോലെ വേദിയിലുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലതേട്ടി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി, മറ്റ് ബഹുമാനപ്പെട്ട കൗൺസിലർമാർ, പ്രിയപ്പെട്ട മറ്റ് വിവിധ ക്ലബ്ബുകളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നുമൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ വായനാ ദിനം മാത്രമല്ല, വായനാ വാരാചരണം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. വായന അങ്ങനെ ഒരു ദിവസം ആരംഭിക്കേണ്ടതോ ഒരു ദിവസം അവസാനിപ്പിക്കേണ്ടതോ ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ജീവിതത്തോടൊപ്പം തുടർന്നു കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ്. എഴുതുന്തോറും അല്ലെങ്കിൽ അക്ഷരങ്ങളില്ലാത്തിടത്തോളം ചിലർ പറയാറുണ്ട് വായന മരിക്കുന്നു, വായന മരിച്ചു എന്നൊക്കെ പുതിയ കാലത്തെ സാങ്കേതിക വിദ്യയെ ചൂണ്ടിയിട്ട് ആളുകൾ പറയുമ്പോഴും അക്ഷരങ്ങൾ ഉള്ളിടത്തോളം കാലം, അക്ഷരങ്ങളില്ലാത്തൊരു കാലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അക്ഷരങ്ങളുള്ള കാലത്തോളം എഴുത്തും വായനയും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് രൂപപ്പെടുത്തിയെടുക്കാൻ മനുഷ്യരെ കുറെ കാലം പ്രയത്നിച്ചിട്ടുണ്ട് അല്ലേ? മനുഷ്യൻ അക്ഷരങ്ങളിലേക്ക് എത്തിയ കഥയൊക്കെ നമുക്കറിയാം. ശബ്ദങ്ങളിൽ നിന്ന് അത് തിരിച്ചറിവിന്റെ ശബ്ദങ്ങളിലേക്ക് മാറിയത്, അത് ചിത്രങ്ങളിൽ നിന്ന് വരകളിലേക്ക്, ഒടുവിൽ ലിപികളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ദീർഘകാലത്തെ, ഒരുപാട് കാലത്തെ പരിണാമത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായി ഉണ്ടായിട്ടുള്ള എഴുത്ത്, അതുപോലെ അക്ഷരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വായന, സാഹിത്യം എന്നുള്ളതൊക്കെ മനുഷ്യന്റെ ജീവിതവുമായിട്ട് അത്രത്തോളം തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കടലാസെങ്കിലും ഇല്ല, ഞാൻ വിചാരിക്കാറുണ്ട്. ഇപ്പോ എല്ലാവരും ചോദിക്കും, ചിലരൊക്കെ പറയാറുണ്ട് ആദ്യമായി വായിച്ച പുസ്തകം ഇന്നതാണ് എന്നൊക്കെ പറയുമ്പോ എനിക്ക് തോന്നാറ് നമ്മുടെ കുട്ടിക്കാലത്ത് വായിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുളിയും പണ്ടൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്ന കടലാസ് കഷ്ണങ്ങളാണ് ശരിക്കും. കാരണം പുസ്തകമേ കണ്ടിട്ടില്ല. അന്ന് കണ്ടിട്ടുള്ളത് ഈ പിടിയെന്ന് പൊതിഞ്ഞു കൊണ്ടുവരിക, സാധനങ്ങളൊക്കെ പൊതിഞ്ഞു തരിക പേപ്പറിലാണ്. അപ്പോ പിടിയിൽ പോയിട്ട് അതിങ്ങനെ പൊതിയുമ്പോഴേ ചിലപ്പോൾ അതിന്റെ ചിത്രമൊക്കെ ഇങ്ങനെ നോക്കും. വീട്ടിൽ പത്രം വരുത്തിക്കാനോ അല്ലെങ്കിൽ മാസികകൾ വരുത്തിക്കാനോ ഒന്നുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും അന്ന് ഭൂരിഭാഗം ആളുകൾക്കും ഇല്ല, ഓരോ പല ഗ്രാമങ്ങളിലും. അപ്പൊ ഇത് പൊതിഞ്ഞു കൊണ്ടിരുന്ന കടലാസ് കുപ്പിയിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ആ കടലാസ് ഫ്രീ ആവും. അപ്പൊ കുറെ നേരത്തേക്ക് പിന്നെ അതിന്റെ വായനയാണ്. അതിന്റെ ബാക്കിയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ അതിന് തുമ്പും പാലൊന്നും ഉണ്ടാവില്ല. അപ്പൊ തുമ്പും പാലും ഇല്ലാത്ത വായനയിൽ നിന്നാണ് നമ്മുടെയൊക്കെ ആദ്യകാലത്തെ വായന തുടങ്ങിയിട്ടുള്ളത്. ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിന്റെ ഒന്നുമില്ലാത്ത അതൊക്കെ വായിച്ചു തീർക്കും, ആ അക്ഷരങ്ങളൊക്കെ വായിച്ചു തീർക്കും. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വായിക്കാനുള്ള, അല്ലെങ്കിൽ ഇനിയും അപ്പുറത്തേക്ക് എന്തായിരിക്കും അത് എന്ന് നമ്മുടെ ഊഹത്തിൽ വരിക, അത് കൂടുതൽ വായിക്കാനുള്ള താല്പര്യം ഉണ്ടാവുക. അങ്ങനെ വായനയോട് എനിക്ക് തോന്നുന്നു നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഏകദേശം ആളുകളുടെയും വായനയൊക്കെ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ തന്നെയായിരിക്കും. പിന്നെയാണ് നമ്മളിപ്പോ പ്രസിദ്ധീകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗത്തിനെ അങ്ങ് വെക്കുന്നുണ്ട്. അത് അങ്ങനെയാണ്, സംസ്കാരത്തിന്റെ മറ്റൊരു തലത്തിലാണ് നമ്മൾ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ വെക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് സാധാരണക്കാരെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു വലിയ ഭാഗം ഈ പ്രസിദ്ധീകരണങ്ങൾ തന്നെയാണ്. ഈ മംഗളം, മനോരമ പോലുള്ള പ്രസിദ്ധീകരണങ്ങള് നാട്ടിൻപുറത്തെ ഈ കടകളിലൊക്കെ ഇങ്ങനെ വിരിച്ച് തൂക്കി വരുന്ന ആ ഒരു കടലാസ് കെട്ടിയിട്ട് അതിലിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടാവും. എന്നിട്ട് പോലെ റാക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ കടലാസ് അത് ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അവരിങ്ങനെ വായിക്കുമ്പോ നമ്മള് നോക്കും, ഇത് എന്താ എത്ര ഇങ്ങനെ ആകാംക്ഷയോടെ വായിക്കുന്ന വളരെ മനോഹരമായ ചിത്രങ്ങൾ അതിനകത്തുണ്ടാവും. അതുപോലെ വളരെ സുന്ദരിമാരായിട്ടുള്ള പെൺകുട്ടികളുടെ, അന്ന് ഏത് സിനിമാ നടിയാണ് എന്നും അറിയാത്തതുകൊണ്ട് വളരെ മനോഹരിയായിട്ടുള്ള സുന്ദരിമാരായിട്ടുള്ള സിനിമാ നടിമാരുടെയൊക്കെ മുഖചിത്രം അതിനകത്തുണ്ടാവും. അപ്പോ അത് തുറന്ന് വായിച്ചു നോക്കുക. അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിൻപുറത്തെ വായനകളൊക്കെ വളർന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പിന്നെ മാത്രമാണ് അവര് ഗൗരവമാർന്ന വായനകളിലേക്ക് അല്ലെങ്കിൽ വിഷയങ്ങളിലേക്ക് അവരുടെ വായനയെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഒരുപക്ഷെ അതൊന്നും തുറന്നു പറയാൻ ഇന്നിപ്പോ ചിലപ്പോ എല്ലാവരും തയ്യാറാവില്ല. അപ്പോ ആദ്യമായി വായിച്ച പുസ്തകത്തിന്റെ പേര് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗമയുള്ള പുസ്തകത്തിന്റെ പേര് പറയും. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പുസ്തകത്തിന്റെ, എനിക്ക് അങ്ങനെയുള്ള പുസ്തകത്തിന്റെ പേര് പറയാനില്ല.
നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വായിച്ച മംഗളവും മനോരമയൊക്കെ മേടിച്ചു കൊണ്ടൊരു പുസ്തകത്തിന്റെ അപ്പുറം ഇട്ടിട്ട് വായിക്കും. അപ്പോ പുസ്തകത്തിന്റെ അപ്പുറം ഇട്ടിട്ട് വായിക്കുമ്പോ അമ്മക്കറിയില്ല ഇത് പഠിക്കേണ്ട പുസ്തകമാണോ ഇത് മനോരമയാണോ എന്നൊന്നും അമ്മയ്ക്കറിയില്ല. കാരണം അമ്മക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോ അമ്മ കാണുമ്പോ ഞാൻ വായിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. തെങ്ങിന്റെ ചോട്ടിൽ ഇരുന്നിട്ടൊക്കെ എങ്ങനെ മരത്തിന്റെ തണലിൽ ഇരുന്നിട്ടൊക്കെ വായിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. അമ്മ വിചാരിക്കും ഭയങ്കര പഠിത്തമാണ് എൻ്റെ മോളെന്ന് വിചാരിക്കും. പക്ഷെ വായിക്കാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ കവിതകളിലേക്ക്, കഥകളിലേക്ക്, നോവലുകളിലേക്ക് ഒക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. പിന്നീടാണ് വായനശാലകളിലേക്ക് നമ്മൾ ചെല്ലുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മാണിയാട്ട് വിജ്ഞാനദായനി വായനശാലയാണ് ശരിക്കും ഗൗരവമായിട്ടുള്ള വായനയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. അന്ന് പുസ്തകം എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുവെക്കുക എന്നുള്ളത് ഒരു വാശി പോലെയായിരുന്നു. കാരണം അത് വായിച്ചു തീർത്ത് കൊണ്ടുവയ്ക്കുന്നതിനുള്ള ഒരു താല്പര്യം. അങ്ങനെ ഗൗരവത്തിലുള്ള വായനയിലൂടേക്ക് എല്ലാവരും, ഭൂരിഭാഗം ആളുകളും, ഇന്നത്തെ കുട്ടികൾ ഉൾപ്പെടെ അതെ, അവർക്ക് കുറച്ചുകൂടി സൗകര്യമുണ്ട്. ഇന്ന് പലരും പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ സ്വന്തമായി വാങ്ങിക്കുകയാണ്. അതാണ് വ്യത്യാസം. പണ്ട് ലൈബ്രറികളിൽ പോയിട്ട്, വായനശാലകളിൽ പോയിട്ട് ഇരുന്ന് നമ്മൾ അങ്ങനെയാണ് വായിച്ചിട്ടുള്ളതെങ്കിൽ ഇന്ന് ഭൂരിപക്ഷം കുട്ടികളും പുസ്തകങ്ങളെ സ്വന്തമായി വാങ്ങിയിട്ട് വായിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് അവർക്കുള്ള സാധ്യതയും അവരുടെ നേട്ടവുമാണ്, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള സമൂഹത്തിന്റെ വലിയൊരു സാധ്യതയാണ് പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടുന്നു ധാരാളമായിട്ട് എന്നുള്ളത്. ഇപ്പോൾ പല കുട്ടികളുടെയും വീടുകളിലെ പുസ്തകങ്ങളുടെ ശേഖരം നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. പലപ്പോഴും എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടിയുണ്ട്. അവൻ ഡിഗ്രിയൊക്കെ ആവുമ്പോഴത്തേക്കുമാണ് എൻ്റെ മോനും മോളും ഒക്കെ വലുതായി അവരെ പുസ്തകങ്ങൾ വായിക്കും അത്യാവശ്യം എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഇടയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് ചോദിക്കും. അപ്പുറത്തെ മതിലിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചില പുസ്തകങ്ങളുടെ പേരൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ, അച്ചോട്ടാ അത് വാങ്ങിച്ചോ, അല്ലെങ്കിൽ ആ പുസ്തകം കൊണ്ടുവന്നോ, ഇത് കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പോഴാണ് ഞാനിങ്ങനെ അതിശയത്തോട് നോക്കുക, ഈ കുട്ടി ഇത്രയൊക്കെ വായിക്കുമായിരുന്നോ? കാരണം അവനെ എവിടെയും നമ്മൾ ഒരു വായനയുടെ അല്ലെങ്കിൽ മത്സരത്തിലോ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴോ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അവനിപ്പോൾ വായിച്ചു തീർത്തിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇറങ്ങുന്ന പുസ്തകം മുഴുവനും അവൻ വായിക്കുന്നുണ്ട്. ഒന്നുകിൽ ആരെങ്കിലും വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവൻ തന്നെ സ്വന്തമായി വാങ്ങിച്ചിട്ട്. അപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഴയ ആളുകൾ പറയുന്നത് അവർ വായനയിൽ നിന്ന് അകലുന്നു, അല്ലെങ്കിൽ വായന അത്ര ഗൗരവമായി കാണുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്നുള്ള ഒരു അനുഭവമാണ് എനിക്കുള്ളത്. എല്ലാ കുട്ടികളും ഇപ്പൊ ഹാഫിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹാഫിൽ എൻ്റെ സ്കൂളിൽ ഞങ്ങളുടെ കുട്ടിയായിട്ട് പഠിച്ചതാണ്. ഒരുപാട് പരിമിതികളുണ്ട് അവന്. അക്ഷരങ്ങളുടെ ലോകത്ത് നമ്മളെപ്പോലെ കളിക്കാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും ഇപ്പൊ സ്വന്തമായി ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കി, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പൊ ശരിക്കും വായിച്ചാണ് അവൻ ആ എഴുത്തിന്റെ ലോകത്തേക്ക് വന്നത്. മറ്റു വിഷയങ്ങൾ പഠിക്കാൻ ഒരുപക്ഷെ അവൻ കുറച്ച് പിറകിലായിരുന്നിരിക്കാം. പക്ഷെ വായനയുടെ ലോകത്ത്, അത് പറയണ്ടായിരുന്നു അല്ലേ, വായനയുടെ ലോകത്ത്, എഴുത്തിന്റെ ലോകത്ത് അവൻ്റെതായിട്ടുള്ള ഒരു ഇടം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ ധാരാളമായിട്ട് ഈ രംഗത്തേക്ക്, പുതിയ തലമുറ വായനയിൽ നിന്ന് അകന്നു പോകുന്നില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ ആ കുട്ടികളെ കാണുന്നത് കൊണ്ട് തന്നെ മനസ്സിലാകും. അതുപോലെ സാങ്കേതിക വിദ്യ അവരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തെ വായനയെക്കുറിച്ച് സുജിത്ത് ഇവിടെ പറയും. ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് സംവദിക്കുന്നയാളാണ് സുജിത്ത്. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇല്ലേ, ഇന്നിപ്പോൾ നിങ്ങൾ നോക്കുക, കുട്ടികൾക്കുള്ള ഒരു സൗകര്യം, നമുക്കും അതെ, ഒരു കഥാകാരന്റെ ശബ്ദത്തിൽ തന്നെ ആ കഥ കേൾക്കാൻ വേണ്ടി പറ്റും അല്ലേ. സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ നമുക്ക് ഈ വായന എന്നുള്ളതിനകത്ത് പല പുസ്തകങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. കളക്ടർ ബ്രോയുടെയൊക്കെ പുസ്തകമൊക്കെ നമ്മൾ അതേ വോയിസിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും അയാൾ എന്താണ് എഴുതുമ്പോൾ എന്ത് ഫീലാണ് അതിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ ശബ്ദത്തിൽ തന്നെ മനസ്സിലാവും. അപ്പൊ വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫീൽ എന്താണ് എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഒരു ചിന്ത കൂടി അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ ആ ഫീല് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അവരുടെ ശബ്ദത്തിൽ തന്നെ അവരെഴുതിയ കഥ കേൾക്കുക എന്ന് പറയുന്നത് അത് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായം കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ വായനയും സാങ്കേതിക വിദ്യയും ഒക്കെ ഒരേപോലെ ഒരുമിച്ച്
മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വായനാ ദിനം ആചരിക്കുക, വായനാ പക്ഷാചരണം അല്ലെങ്കിൽ വായനാ വാരാചരണം എന്നുള്ളതൊക്കെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് ആളുകൾക്ക്, അനുഭവങ്ങളുള്ള ആളുകൾക്ക് ഒത്തുകൂടാൻ വേണ്ടിയുള്ള ഒരു വേദിയാക്കുന്നു എന്നുള്ളതല്ലാതെ എല്ലാവരും വായനയുടെ ലോകത്തേക്ക് ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മൾ പുതിയ പുതിയ വായനക്കാരെയൊക്കെ ചിലയിടത്തൊന്നും കണ്ടെടുക്കുകയാണ്. അടുത്ത കാലത്ത് കണ്ടു അല്ലേ, ആടിനെ മേയിച്ചുകൊണ്ട് ആടിനെ വളർത്തിക്കൊണ്ട് പിന്നെ അവിടെ പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായി പുസ്തകം, അതായത് ഏറ്റവും നല്ല സുഹൃത്തായിട്ട് ആ ഏകാന്തതയിലും അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടിലും അവർക്ക് ഏറ്റവും നല്ല സുഹൃത്തായി കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പുസ്തകങ്ങളെയാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് അറിയണമെങ്കിൽ ഇല്ലേ, മനോരമയുടെ ഒരിക്കലുള്ള ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നു. മനോരമയുടെ പരസ്യവാചകം എന്തുകൊണ്ടാണ് ടീച്ചർ പറയുന്നതെന്ന് ആലോചിക്കുന്നവരുണ്ടാവും. പക്ഷെ വായിച്ച് മനസ്സിൽ കാണുന്നതിന്റെ ഒരു സുഖം അതൊന്നും വല്ലാത്തതാണ് എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ വായിക്കുമ്പോഴും മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ മക്കളോട് പറയാറുണ്ട്, എനിക്ക് കൊൽക്കത്ത കാണണം എന്ന് പറയാറുണ്ട്. അതായത് കൽക്കത്ത അത്ര മനോഹരമായ നഗരമൊന്നും അല്ലാന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും പറയും. പക്ഷെ കൽക്കത്ത കാണാൻ വല്ലാതെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. കൊൽക്കത്തയിലൂടെ ഒരുപാട് തവണ ഞാൻ പല പുസ്തകങ്ങളിലൂടെ പോയി കഴിഞ്ഞു. ഇപ്പൊ കൊൽക്കത്ത നഗരം കാണണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അത് ഒരു പരിധിവരെ പുസ്തകങ്ങളിലൂടെ, അല്ലെങ്കിൽ ആ ഒരു നഗരത്തിന്റെ എല്ലാ പ്രതീതിയും ഇല്ലേ, നമ്മളെ ഓരോ സ്ഥലത്തും കൊണ്ടുപോകാൻ, നമ്മൾ കാണാത്ത വ്യക്തികളെ കാണിക്കാൻ, നമ്മളെ അറിയാത്ത അനുഭവങ്ങൾ ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു മാന്ത്രികമായിട്ടുള്ള അനുഭവം തന്നെയാണ് വായന. അതിലൂടെ കടന്നു പോകാൻ വേണ്ടി കഴിവുള്ള എല്ലാവർക്കും കഴിയും. അക്ഷരം അറിയാവുന്ന എല്ലാവർക്കും സാധിക്കുന്ന ഒന്നാണ്. അതിന്റെ രുചി അറിഞ്ഞാൽ മാത്രമേ ആ ലോകത്തിന്റെ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും, ഇവിടെയുള്ളവരോട് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, വായനയുടെ ലോകത്തുള്ളവർ തന്നെയാണ് എല്ലാവരും. ഒരിക്കൽ കൂടി എന്നാലും ആ അനുഭവം നിങ്ങളിലേക്ക്, പുതിയ കാലത്തെ വായനയിലേക്ക് ആളുകളെ ഒന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും സുജിത്ത് കൂടുതലായിട്ട് സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വായനാ ദിനാചരണം നമ്മുടെ നഗരസഭ മുനിസിപ്പൽ ലൈബ്രറിയുടെ വായനാ വാരാചരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.